വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പേവാർഡ് ബ്ലോക്ക് OP IP എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ നവീകരിച്ച കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു. ആർദ്രം എന്നുള്ളത് ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ്. ആർദ്രത്തിലൂടെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാൻ പ്രത്യേകം കേട്ടത് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള MLA അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ വേദിയിലൊക്കെ ഇരിക്കുന്ന സദസ്സിലുള്ളവരെല്ലാം തന്നെ നമ്മുടെ വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കളും ഒക്കെ തന്നെ ഉടുമ്പൻ ചോലയില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അത് ഇവിടെ വേണം എന്ന് തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ നമുക്ക് ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാനായിട്ട് കഴിയുന്നത്. ആയുർവേദ രംഗത്ത് ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോ ഇവിടെ വായിച്ചല്ലോ, NRN ഡോക്ടർ ഇവിടെ റിപ്പോർട്ട് വായിച്ചു. ഒട്ടനവധി ഉദ്ഘാടനങ്ങൾ ഓൺലൈനായിട്ട് നടക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ 250ഓളം ആശുപത്രികളിലാണ് ആയുഷ് പുതിയ നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയും. പേവാർഡ് ബ്ലോക്ക് OP IP എന്നിവയുടെ നവീകരണമാണ് പൂർത്തീകരിച്ചത്. ചടങ്ങിൽ KKരമ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ഫണ്ട് വെച്ച് ആശുപത്രി പേവാർഡിന്റെ മറ്റ് സജ്ജീകരണങ്ങൾ ബെഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 13 ലക്ഷം രൂപ കൂടി വെച്ചുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് പൂർത്തീകരണവും ഇപ്പൊ പൂർത്തിയായിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഏറ്റവും സജ്ജമായ രൂപത്തിലേക്ക് രോഗികൾക്ക് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ് എന്നുള്ള വളരെ സന്തോഷമുണ്ട്. ഇപ്പം ഇവിടെ ഏകദേശം 20 ബെഡുകളാണ് ഇവിടെ മെയിലും ഫീമെയിലുമായിട്ടുള്ളത്. നേരത്തെ അതായിരുന്നു കുറച്ചു കാലമായി 20 പേഷ്യൻസിനാണ് ഇവിടെ IP ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇപ്പം ഈ പേവാർഡ് സൗകര്യം കൂടി വന്നാൽ ഏകദേശം 17 ആളുകളെ കൂടി അഡീഷണൽ ആയിട്ട് നമുക്കിവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് CMO ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. 9 ആളുകളെ കിടത്തി ചികിത്സിക്കുന്ന തരത്തിലേക്കുള്ള മറ്റ് സൗകര്യങ്ങൾ കൂടി വന്ന് 2 പേയിങ് ആയിട്ടും കൂടി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഒന്നുകൂടി ആളുകൾക്ക് നമുക്ക് കുറച്ചുകൂടി ആളുകൾക്ക് ഇവിടെ കൊടുക്കാൻ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് തന്നെയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു ഉദ്ഘാടനം നടത്തുന്നത് 2 വർഷം മുന്നേ ഇവിടുത്തെ IPOP നവീകരിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിന് 25 ലക്ഷം രൂപ ഇവിടെ അനുവദിച്ച് കിട്ടിയിരുന്നു. ആ 25 ലക്ഷം രൂപ വെച്ചുള്ള IPOPയുടെ നവീകരണം നേരത്തെ നടന്നതാണ്. അതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടില്ല. അതും ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഇരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ PK സതീശൻ മാസ്റ്റർ, നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AP പ്രജിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P സജീവ് കുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിത പതേരി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രേമൻ, VK അസീസ് മാസ്റ്റർ, കൌൺസിലർ CK കരീം, TP ഗോപാലൻ, സോമൻ മുതുവന, സത്യനാഥ്, അഡ്വക്കേറ്റ് ലതിക ശ്രീനിവാസ്, C കുമാരൻ, സുധീഷ് വള്ളിൽ, AB ഗണേശൻ, AP സജിത്, B ഗോപാലൻ, EP ഇബ്രാഹിം, VP ഷാജഹാൻ, KP അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ S കവിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.